wallet had $10. Okay. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡാണ്, ബോംബെ സ്റ്റൈൽ എഗ് ബോണ്ട. എല്ലാവർക്കും സ്വാഗതം. എഗ് ബോണ്ടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താറാമുട്ടയോ കോഴിമുട്ടയോ ഏതെന്ന് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 5 കോഴിമുട്ടയാണ്. അതിന് വേണ്ട മിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബേസൻ, അത് ചിക്ക് പീ ഫ്ലോർ 2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയെ ഇത് നമുക്കകത്ത് മിക്സ് ചെയ്യാം. അത് അരിപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റിനായിട്ടുള്ള പെപ്പർ പൗഡർ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോഡാ വെള്ളമാണ്, സോഡാ വാട്ടർ. അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് എണ്ണ ജസ്റ്റ് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമ്മുടെ മിക്സിനകത്ത് മുക്കി ഇടാവുന്നതാണ് അല്ലേ. നമുക്ക് മുക്കിയെടുക്കാം. ചെറിയ ഹാഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇടുക. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത്തിരി ചാറ്റ് മസാല ഇടുവാണ്. ഇത് നമുക്ക് ചെറുപ്പം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. താങ്ക് യു. എൻജോയ്. It tastes really good, especially the crispy bit. You can't really taste the white stuff, but that's casual. This crispy thing is really good. I've never tasted that egg before. And the masala makes it really tasty. You should definitely make that higher. I love the masala, the crisp, and yeah, I like the vegetables. Please hit the notification bell down below, subscribe, and hit the like button so you get this and extra thumbs up. It's really good. Unless you like. നമ്മുടെ ബോണ്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംഭവം അടിപൊളിയാണെന്നാണ് പിള്ളേർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം.
തകർപ്പൻ സാധനമാണ്. സൂപ്പർ, സംഭവം സൂപ്പറായിട്ടുണ്ട്. സ്റ്റേ സേഫ്, stay healthy, stay safe, look after yourself and your community.